സ്നേഹമുള്ളവരെ, ഇന്ന് ധ്യാനം തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ബ്രദറിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കണം കേട്ടോ. അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളെ, അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ, ഒരു നല്ലത് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരാളെ ധ്യാനത്തിലേക്ക് വിളിച്ചു കൊണ്ടിരുന്നുണ്ടെങ്കിൽ, യെസ്, പരിശുദ്ധാത്മാവില്ലാത്ത ആർക്കും അത് സാധ്യമല്ല. നിങ്ങളിൽ ദൈവാത്മാവ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. അതിനോർത്ത് അഹങ്കരിക്കണ്ട. അല്ലേലയ്യ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചേക്കാൻ തോന്നണം. ദൈവാത്മാവ് ഉള്ളത് കൊണ്ടാണ്. ഇന്ന് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാം, മുടങ്ങാൻ പാടില്ല. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്. എനിക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവവും എനിക്ക് എന്തൊരു ശക്തി എന്നിൽ പ്രവർത്തിക്കുന്ന മനസ്സിലാക്കി തന്ന ഒരനുഭവം, അത് പരിശുദ്ധാത്മാവാണ്. പറയാം കേട്ടോ. വേറെ ഒരു അനുഭവം കിട്ടില്ല, മതി, കിട്ടണത് കിട്ടി. ഹല്ലേലൂയ. ഭയങ്കര ദേഷ്യക്കാരനായി ഞാൻ നല്ല വാക്കല്ല, മോശ വാക്കൊക്കെ പറയുന്ന ഞാൻ, എടുത്തെറിയുന്ന ഞാൻ, വലിച്ചെറിയുന്ന, എന്തെങ്കിലും കിട്ടിയ വലിച്ചെറിയുന്ന ഞാൻ. അപ്പം ഇങ്ങനെയുള്ള തിന്മയുടെ ബന്ധനത്തിലായിരുന്ന ഞാൻ നല്ല കുമ്പസാരം നടത്തി. എത്ര പ്രാവശ്യം പോയി കുമ്പസാരിച്ചു. ഇന്ന് ഞാൻ പാവത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് പ്രമാണം തരുന്നുണ്ട് പാവങ്ങൾ. അതുപോലെയല്ല, അത് ഒരു നിസ്സാര സമയം കൊണ്ട് തന്ന് ഒരു 10-12 പാവങ്ങൾ പറയുന്നുണ്ടായിരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ബഥേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത് ഒരു കുമ്പസാര കൂടെന്നാണ് അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, എനിക്കുണ്ടായ ഒരു അനുഭവം ഇതാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് തന്നെ മനസ്സിൽ പ്രേരണ ഒന്നും പറയാൻ പാടില്ല, അത് പാവമാണെന്ന്. അല്ലെങ്കിൽ തെറ്റിലേക്ക് ചിന്തിക്കാൻ പോകുന്നതിനും അത് പാവമാണെന്ന്. നമ്മളെ നിയന്ത്രിക്കുന്നൊരാത്മാവ്, നമ്മളെ നയിക്കുന്നൊരാത്മാവ്, തിന്മ കാണാതെ കാത്തുപരിപാലിക്കാവുന്ന ഒരാത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പാവങ്ങളോർത്ത് പശ്ചാത്തപിക്കണം, എളിമപ്പെടണം, മാനസാന്തരം ഉണ്ടാവണം, പാവങ്ങളോർത്ത് കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞ് ഈശോയുടെ രക്തത്താൽ കഴുകപ്പെടണം. കർത്താവേ, എനിക്കൊരു പുതിയ സൃഷ്ടി ആകണം. ആവശ്യക്കാരൻ നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ പ്രാർത്ഥന അതിൻ്റെ അനുസരിച്ചിരിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഇന്ന് യൂദാശ്ലീഹയുടെ മാധ്യസ്ഥവും മാതാവിൻ്റെ മാധ്യസ്ഥവും വഴി നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥന. കർത്താവേ, വിശുദ്ധ യൂദാശ്ലീഹായെ മാതാവിൻ്റെയും യൂദാശ്ലീഹയുടെ മധ്യസ്ഥ വഴി ഇവർ സമർപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളും സാധിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരും സൂചിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ തിരുരക്തത്താൽ എല്ലാവരെയും കഴുകണമേ. യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകണമേ. ഈശോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന അവരെ അനുഗ്രഹിക്കണമേ. ഇവരിപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നിയോഗങ്ങൾ, 2 അല്ലെങ്കിൽ 5 കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നടത്തി കൊടുക്കണമേ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇന്ന് പരിശുദ്ധാത്മാഭിഷേക തിരുരക്ത ധ്യാനമാണ്. പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളും പ്രാർത്ഥിക്കണേ. പാവനരൂപി സ്നേഹസ്വരൂപനെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. ഹൃദയം തുറന്ന് മനസ്സ് കർത്താവിലേക്ക് ഉയർത്താം, എളിമപ്പെടാം. നിലനിൽപ്പിൻ്റെ വരം കിട്ടിയാലാണ് ഒരു മകന് പ്രാർത്ഥിക്കുവാനും കുദാശകൾ മുടക്കം വരാതെ, വിശുദ്ധ കുർബാന, കുമ്പസാര കുദാശ, ബൈബിൾ പഠനം, ദൈവാരാധന ഒക്കെ മുടക്കാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ് വേണം. നമുക്കൊന്നും കൂടി പാടാം. പാവനരൂപി സ്നേഹസ്വരൂപനെ ഞങ്ങളിൽ വന്ന്
നിറയേണമേ. പാവങ്ങളോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് കണ്ണീരോട് പൊട്ടിക്കരഞ്ഞ് നമുക്ക് ഒന്നുകൂടി വരികളിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാം. പാവങ്ങളോർത്ത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ വേണം, പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ത്രിത്യേക ദൈവമേ നന്ദി. ഹല്ലേലൂയ. ത്രിത്യേക ദൈവ പ്രകാശമേ, ത്രിത്യേക ദൈവ പ്രകാശമേ ഞങ്ങളിൽ വന്നു നിറയണമേ. ഇത് പ്രാർത്ഥിക്കുന്നത്, കേൾക്കുന്നത്, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന സകല മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ വരണേ, പരിശുദ്ധാത്മാവേ നയിക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ കർത്താവേ. ഇവർ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നടത്തി കൊടുക്കണമേ. ഇവരെ നിയോഗം 41 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയായിട്ട് എൻ്റെ ദൈവമേ, ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ കാര്യങ്ങളൊക്കെ നടത്തി ഒരു അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നേരവും ആരാധന. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്മേലുമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ പരിശുദ്ധമേ നിത്യപിതാവിന്റെ പരിശുദ്ധാത്മാവിനെ സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.